പെരുമ്പാവൂരിൽ ചാക്കിൽ കെട്ടി കഞ്ചാവ് ശേഖരം കിടപ്പുമുറിയിൽ ഒളിപ്പിച്ച നിലയിൽ കണ്ടെത്തി. 9 കിലോ കഞ്ചാവാണ് കണ്ടെത്തിയത്. പശ്ചിമബംഗാൾ സ്വദേശികളായ യുവാവും ഇയാളുടെ സുഹൃത്തിന്റെ ഭാര്യയും എക്സൈസിന്റെ പിടിയിലായി. 2 പേർ രക്ഷപ്പെട്ടു. ഇടയ്ക്കിടെ താവളം മാറുന്നതാണ് ഈ പ്രതികളുടെ രീതിയെന്ന് എക്സൈസ്. പിടിയിലായത് യുവാവും സുഹൃത്തിന്റെ ഭാര്യയുമാണ്. പശ്ചിമബംഗാൾ മൂർഷിദാബാദ് സ്വദേശി സഹിൻ മണ്ഡൽ, ഇയാളുടെ സുഹൃത്തിന്റെ ഭാര്യ സബീഗുൻഖർ ഖാത്തൂൻ എന്നിവരാണ് പിടിയിലായത്. പെരുമ്പാവൂർ പൂപ്പാനിയിൽ സബീഗുൻഖർ ഖാത്തൂനും ഭർത്താവും വാടകയ്ക്ക് താമസിച്ചിരുന്ന വീട്ടിലെ കിടപ്പുമുറിയിൽ കട്ടിലിനടിയിൽ ചാക്കിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു കഞ്ചാവ്. ഈ വീട്ടിൽ മറ്റ് 2 പേർ കൂടി താമസിച്ചിരുന്നു. എക്സൈസ് പരിശോധനയ്ക്കെത്തുമ്പോൾ ഇവർ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇവരെക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് പെരുമ്പാവൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ അറിയിച്ചു. സബീഗുൻഖർ ഖാത്തൂന്റെ ഭർത്താവ് മറ്റു ജോലിക്ക് പോയിരിക്കുകയായിരുന്നെന്ന് പറയപ്പെടുന്നു. ചെറുപ്പക്കാർക്കിടയിൽ ഇത് വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് സ്വരൂപിച്ച് കൊണ്ടുവച്ച ഒരു കഞ്ചാവായിട്ടാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടത്. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ വേറെ ആൾക്കാരുണ്ടെന്ന് ഇവരെ ചോദ്യം ചെയ്താൽ മാത്രമേ അറിയാൻ പറ്റൂ. ഇവരുടെ രീതി എന്ന് പറഞ്ഞാൽ ഓരോ സ്ഥലത്തും വാടകയെടുത്തും 1-2 മാസം താമസിക്കും. അവിടെ കച്ചവടം ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. ഒരാഴ്ച മുൻപാണ് പ്രതികൾ വീട് വാടകയ്ക്കെടുത്തത്. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന നടത്തിയത്. വിവിധയിടങ്ങളിൽ വീടുകൾ വാടകയ്ക്കെടുത്ത് 2-3 മാസം താമസിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തിയതിനു ശേഷം അവിടെ നിന്ന് മറ്റിടങ്ങളിലേക്ക് താമസം പോകുന്നതായിരുന്നു പ്രതികളുടെ രീതി. പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് എന്ന് കരുതുന്നു. പരിശോധന അല്പം കൂടി വൈകിയിരുന്നുവെങ്കിൽ ഇവിടെയും ഇവർ രക്ഷപ്പെടുമായിരുന്നുവെന്നാണ് എക്സൈസ് പറയുന്നത്. പോലീസ് നടപ്പാക്കുന്ന തൂഫാൻ ലഹരി വിരുദ്ധ പരിപാടിയുടെ ഭാഗമായി പെരുമ്പാവൂർ കേന്ദ്രീകരിച്ച് വലിയ ബോധവൽക്കരണവും മറ്റും നടക്കുന്നതിനിടെയാണ് കഞ്ചാവ് ശേഖരവുമായി യുവാവും യുവതിയും പിടിയിലായത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.